പ്രേക്ഷകർക്കും തിരുവനന്തപുരത്തേക്ക് സ്വാഗതം. തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ കലോത്സവത്തിനായിട്ടുള്ള കുട്ടികളൊക്കെ എത്തിത്തുടങ്ങിയിരിക്കുന്നു. അതോടൊപ്പം പാചകപ്പുര സജീവമായി കഴിഞ്ഞു. അതോടൊപ്പം സൂക്ഷ്മ നിരീക്ഷണം വേണ്ടേ, വഴിയിലെ ട്രാഫിക് ഒക്കെ നമ്മൾ നിരീക്ഷിക്കുന്നത് പോലെ കലോത്സവം നിരീക്ഷിക്കാനായിട്ടുള്ള ഒരു പ്രത്യേക പ്ലാൻ ഇട്ടിട്ടുണ്ട്. ഇന്റലിജൻസും വിജിലൻസും ജഡ്ജസിനെയും അതുപോലെ തന്നെ ഇതിനിടയിൽ ഇടനിലക്കാർ വരുന്നുണ്ടെങ്കിൽ അവരെയും സസൂക്ഷ്മം നിരീക്ഷിക്കാനായിട്ടുള്ള പദ്ധതിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതിനായി വേദികളിൽ പ്രത്യേക സംവിധാനമുണ്ട്. ഇത് സംബന്ധിച്ചുള്ള കൂടിക്കാഴ്ചകളൊക്കെ വിദ്യാഭ്യാസ മന്ത്രി നടത്തിയിട്ടുണ്ട്. സാധാരണ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം റിനു ശ്രീധർ ചേരുന്നു എന്ന് പറഞ്ഞ് റിനുവിനോട് ചോദ്യം ചോദിക്കുകയല്ലേ. ഇത് റിനുവിനെ നമ്മൾ നേരിട്ട് വിളിക്കുകയാണ്. വെൽക്കം റിനു. അതായത് വിദ്യാഭ്യാസ മന്ത്രി ഇതിനകം തന്നെ പല ചർച്ചകളും നടത്തി കഴിഞ്ഞു. കാരണം ജില്ലാതലത്തിലൊക്കെ മത്സരം നടന്നപ്പോൾ ഈ ജഡ്ജസ് ചില പണിയൊപ്പിക്കുന്നതൊക്കെ പല രക്ഷിതാക്കളും പരാതിപ്പെട്ടു, ചിലത് കയ്യോടെ പിടിച്ചു. അത് ഒഴിവാക്കാൻ ഇത്തവണത്തെ സംവിധാനം എങ്ങനെയാണ്? സാധാരണഗതിയിൽ വിജിലൻസ് ആണ് ഇതിൽ വിജിലന്റായി പ്രവർത്തിക്കുന്നത്. ഇത്തവണ ഇന്റലിജൻസും കൂടി ഇടപെട്ടിട്ടുണ്ട്. ഇന്റലിജൻസും വിജിലൻസും സംയുക്തമായിട്ടുള്ള ഒരു പരിശോധനയാണ് നടത്തുന്നത്. അതായത് സൂക്ഷ്മമായി നിരീക്ഷിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരായും അതുപോലെ തന്നെ വിജിലൻസ് ഉദ്യോഗസ്ഥരായിട്ടൊക്കെ തന്നെ കൃത്യമായി ഒരു മീറ്റിംഗ് നടത്തി ജഡ്ജിമാരുടെ പാനലുകൾ കൈമാറി എന്നുള്ളതാണ്. ആ ജഡ്ജിമാരെ കൃത്യമായി തന്നെ നിരീക്ഷിക്കും. ഒപ്പം ഇടനിലക്കാരെ നിരീക്ഷിക്കാനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടപെടൽ നടത്തിയിരിക്കുന്നത്. കാരണം ഈ ഇടനിലക്കാരാണ് ജഡ്ജിമാരിലേക്ക് ഈ മത്സരാർത്ഥികളെയും രക്ഷകർത്താക്കളെയും അടുപ്പിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഇടനിലക്കാരെ കൃത്യമായി തന്നെ സസൂക്ഷ്മം നിരീക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലും വിജിലൻസിൻ്റെയും ഇൻ്റലിജൻസിൻ്റെയും ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ പ്രശ്നബാധിത ബൂത്തുകളെന്ന് നമ്മൾ പറയാറുണ്ട് ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെ. അതുപോലെ തന്നെ ഈ പ്രശ്നബാധിത വേദികളുണ്ട്, സംശയകരമായിട്ടുള്ള വേദികളുണ്ട്. ഈ വേദികളിലൊക്കെ തന്നെ ഈ ഉദ്യോഗസ്ഥരെ, അതായത് വിജിലൻസ് ഉദ്യോഗസ്ഥരെ തന്നെ കൃത്യമായി വിനിയോഗിച്ചുകൊണ്ട് ഒരു നിരീക്ഷണം സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പ്രത്യേക പദ്ധതി, അതായത് പ്ലാൻ തന്നെയാണ് ഈ യുവജനോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കലോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വിജിലൻസും ഇൻ്റലിജൻസും നടത്തുന്നത് എന്നുള്ളതാണ്. അതായത് ഒരു തരത്തിലുള്ള അഴിമതിയും അല്ലെങ്കിൽ മറ്റ് ഇടപെടലുകളും ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. അതിനുവേണ്ടി പ്രത്യേക ഒരു പ്ലാൻ തയ്യാറാക്കി, പദ്ധതി തയ്യാറാക്കി, പ്രത്യേക ഇൻ്റലിജൻസിൻ്റെയും വിജിലൻസിൻ്റെയും യൂണിറ്റിനെ തയ്യാറാക്കിക്കൊണ്ടാണ് ഒരു ഇടപെടൽ നടത്തുന്നത്. കാരണം കഴിഞ്ഞ യുവജനോത്സവങ്ങളിൽ, കഴിഞ്ഞ സംസ്ഥാന യുവജനോത്സവങ്ങളിലായാലും ജില്ലാ കലോത്സവങ്ങളിലായാലും വലിയ രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. പരാതികൾ, പരിഭവങ്ങൾ പിന്നീട് അടിവരയാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ അതിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ്, അത്തരം ഒരു സാഹചര്യത്തിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി മുന്നോട്ട് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ നേരിട്ട് ഈ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച് കർശനമായിട്ടുള്ള ഒരു നടപടി എടുക്കണം എന്നുള്ളതാണ്. എന്തായാലും കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ തയ്യാറാക്കി, പദ്ധതി തയ്യാറാക്കി ഈ വേദികളിൽ കൃത്യമായിട്ടുള്ള നിരീക്ഷണം ഇന്റലിജൻസും വിജിലൻസും നടത്തുന്നുണ്ട്. സുജ, തീർച്ചയായും അപ്പോൾ ആ നിരീക്ഷണമൊക്കെ നടത്തി വരികയാണ്. നമ്മുടെ നിരീക്ഷണം അതുപോലെ തന്നെ നമ്മുടെ ഒരു ഗംഭീര സംവിധാനം ഇവിടെ നമ്മുടെ പ്രസാദ് പറഞ്ഞ ചെയ്യുമല്ലേ? പിന്നെ തീർച്ചയായും നമ്മൾ ചെയ്യിപ്പിക്കും. ഞാൻ വിചാരിച്ചു പ്രസാദ് ഇങ്ങനെ തള്ളി വിട്ടതാണെന്ന്, പക്ഷെ അങ്ങനെയല്ല. പ്രസാദ് ഇങ്ങനെ വന്നേ, പറഞ്ഞ പോലെ തന്നെ ഒപ്പിച്ചല്ല, എല്ലാം റെഡിയല്ലേ? റെഡിയാണ്. അല്ല പ്രസാദ, ഇത് കാണാൻ പോകുന്ന പൂരത്തെ കുറിച്ച് പറയണോ? ഇനി കാണാൻ കിടക്കുന്നത്. അപ്പോ